ഗൃഹാതുരത്വം ഉണർത്തുന്ന എടയ്ക്കൽ ഗുഹാ കാഴ്ചകൾക്ക് ശേഷം സീനിയർ സഞ്ചാരിയും കൂട്ടുകാരും വയനാട് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതിലേക്കായി യാത്ര തിരിച്ചു. എത്രയെത്ര മനോഹരങ്ങളായ ടൂറിസം കേന്ദ്രങ്ങളാണ് വയനാട്ടിലുള്ളത്. ഇവയെല്ലാം സന്ദർശിച്ച് ആസ്വദിച്ച് കണ്ണിനും കരളിലും മനസ്സിലും തൃപ്തി നേടാൻ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് തോന്നുന്നു. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു വനമാണ് 900 കണ്ടി. അതിനടുത്താണ് വയനാട് ഗ്ലാസ് പാലം. മേപ്പാടിയിൽ നിന്നും 13 കിലോമീറ്റർ ദൂരെയാണ് ഈ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ടി എന്ന സ്ഥലത്ത് നിന്ന് 900 മീറ്റർ അകലെ. അങ്ങനെയാണ് ഈ സ്ഥലം 900 കണ്ടി എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഗ്ലാസ് പാലം കാണുന്നതിന്റെ തൊട്ടടുത്ത് വരെ വാഹനം എത്തില്ല. 900 കണ്ടി എസ്റ്റേറ്റിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന മലയോര പാത താണ്ടി വേണം അവിടെ എത്താൻ. എസ്റ്റേറ്റ് റോഡിന്റെ തുടക്കത്തിലായി ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം. സന്ദർശകർ വാഹനം അവിടെ പാർക്ക് ചെയ്ത ശേഷം തുടർന്ന് ജീപ്പിൽ വേണം പോകാൻ. ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത ശേഷം ലഭ്യമായ ഒരു സ്വകാര്യ ജീപ്പിൽ യാത്ര തുടർന്നു. ഒരാൾക്ക് 200 രൂപ പ്രകാരം 6 പേർക്ക് 1200 രൂപയാണ് ജീപ്പിന്റെ ചാർജ്. എനിക്ക് ജീപ്പിന്റെ പുറകു ഭാഗത്താണ് ഇരിപ്പിടം കിട്ടിയത്. ജീപ്പ് മുന്നോട്ട് പോയി തുടങ്ങി. ഞാൻ പുറകിലോട്ട് കാഴ്ചകൾക്കായി പരതി. വീതി കുറഞ്ഞ റോഡ്, ഇരുഭാഗത്തും തോട്ടങ്ങൾ കാണാം. വളഞ്ഞു പുളഞ്ഞു പോകുന്ന മലയോര പാത. കാഴ്ചകൾ കണ്ട് മടങ്ങുന്നവരെയും വഹിച്ചുകൊണ്ടുള്ള ജീപ്പുകൾ താഴേക്കും പോകുന്നുണ്ട്. ഞങ്ങൾ കയറിയ ജീപ്പ് മല കയറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ജീപ്പ് യാത്ര സത്യത്തിൽ ദുഷ്കരം തന്നെ. ജീപ്പ് മുന്നോട്ട് പോകുന്നു. മനസ്സോ പിന്നിലേക്കും. ഓർമ്മകളുടെ നിറകുടം ഒന്ന് തുളുമ്പിയോ? പണ്ട് സീനിയർ സഞ്ചാരിയും കൂട്ടരും മാമ്പാറ മലയിലേക്ക് നടത്തിയ ജീപ്പ് യാത്രയും വാഗമണിനടുത്ത് ഉളുപ്പൂണി ജീപ്പ് യാത്രയും ഓർത്തുപോയി. ഏറ്റവും ക്ലേശകരമായി തോന്നിയത് മാമ്പാറ മലയിലെ വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര തന്നെയാണ്. പുല്ലുകൾ നിബിഡമായ മലയിൽ ജീപ്പിന് കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന മൺപാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടെ പാറകളും. എന്നാൽ മലമുകളിലെത്തിയാലോ ഇളം തണുപ്പ് വന്ന് പൊതിയുന്ന പോലെ. ഇളം കാറ്റും കൊണ്ട് ചേതോഹരമായ പ്രകൃതിയുടെ വർണ്ണഭംഗിയുള്ള കാഴ്ചകൾ ആസ്വാദ്യകരമായിരുന്നു. ഇപ്പോൾ മാമ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര നിർത്തിവച്ചിരിക്കുകയാണത്രേ. ഉളുപ്പൂണിയിലാകട്ടെ വാഗമൺ മൊട്ടക്കുന്നുകളും പുല്ലുകൾ നിറഞ്ഞ മലകളും മനസ്സിന് ഉണർവേകിയിരുന്നു. വാഗമണ്ണിൽ നിന്നും കുളമാവിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലും മനോഹരമായ വെള്ളച്ചാട്ടവും കാണുക വേറിട്ട് എൻ്റെ ഓർമ്മകൾ മുറിഞ്ഞ് തത്രപ്പാടോടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിന് അടുത്തെത്തിയിരിക്കുന്നു. ഓർമ്മകൾക്കുള്ളിൽ ഓടി നടന്നതുകൊണ്ട് വാഹനം ഗ്ലാസ് ബ്രിഡ്ജിന് അടുത്തെത്തിയത് അറിഞ്ഞതേയില്ല. 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് എങ്കിലും അത് ഗ്ലാസ് പാലത്തിൽ കയറുന്നതിന് മാത്രമുള്ള തുകയല്ല. പിന്നെയോ സന്ദർശകരെ രസിപ്പിക്കാൻ ഉതകുന്ന സാഹസികത തൊട്ടുരുമി നിൽക്കുന്ന നിരവധി വിനോദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. സാഹസികതയിൽ ആനന്ദം കണ്ടെത്തുന്നവർക്കായി എത്രയെത്ര കാര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ്, ഗുഹ, ഹൊറിസോണ്ടൽ ലാഡർ, സ്കൈ വാക്ക്, ട്രാംപോലൈൻ, ബോട്ടിംഗ്, ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ വിനോദങ്ങൾക്കായുള്ള ഉപാധികൾ നിരവധി. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത ശേഷം നടന്നു തുടങ്ങി. ഇതാ ഇവിടെ
ക്രിക്കറ്റ് പരിശീലനത്തിന് വേണ്ടിയുള്ളൊരിടം. ഇവിടെ പന്തെറിഞ്ഞും ബാറ്റ് ചെയ്തും പഠിക്കാം. അവിടെ ഹൊറിസോണ്ടൽ ലാഡർ, ഭൂമിക്ക് സമാന്തരമായി വലിച്ചു കെട്ടിയ റോപ്പിൽ പലകകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. പലകകളിൽ ചവിട്ടി മെയ്വഴക്കം സിദ്ധിച്ച അഭ്യാസിയെപ്പോലെ നടന്ന് നമുക്ക് ബാലൻസ് പരീക്ഷിക്കാം. മുകളിൽ കെട്ടിയ കമ്പിയിൽ തൂങ്ങി താഴെയുള്ള കമ്പിയിൽ കൂടി നടക്കാൻ പാകത്തിലൊരു സംവിധാനം. സാഹസികത പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ഉപാധികൾ ഏറെ പേർ ഇഷ്ടപ്പെടുന്നുണ്ട്. മരങ്ങളിൽ കൂടുകൂട്ടി രാപ്പാർക്കുന്ന കിളികളെപ്പോലെ നമുക്കും അതാ ആ മരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വാച്ച് ടവറിൽ കയറി ഒപ്പം ഉയർന്ന മരത്തിന് താഴെയുള്ള കാഴ്ചകൾ വല്ലാത്തൊരു അനുഭൂതി തന്നെ. ആകാശത്തിലേക്ക് ഊളിയിട്ട് ഊഞ്ഞാലിൽ പറക്കാം. എവിടെയോ വായിച്ചു മറന്ന വരികൾ ഓർമ്മയിലെത്തി. വേണ്ടി വന്നാൽ ആകാശം തുളച്ചൂഞ്ഞാല് കെട്ടി ആടും ഞാൻ. അതെ, സാഹസികതയ്ക്ക് വീരപരിവേഷം നൽകുക മനുഷ്യ സഹജമായ പ്രത്യേകത തന്നെയാണ്. ഇതാ ഇവിടെ വില്ലിന്റെ ഞാണിന്മേൽ അമ്പുകൊരുത്ത് ഉന്നം പിടിച്ച് ലക്ഷ്യസ്ഥാനത്ത് അമ്പെയ്ത് കൊള്ളിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് പരീക്ഷിക്കാനുള്ള സംവിധാനം. കൊള്ളാം, ആകെ ഒരു ഉത്സാഹം തോന്നുന്നു. ഇനിയും ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടക്കണം. 100 അടി ഉയരത്തിലുള്ള ഈ ഗ്ലാസ് പാലം ഒരു സ്വകാര്യ റിസോർട്ടിൻ്റെതാണ്. ഇതിനാവശ്യമായ ഫൈബർ ഗ്ലാസ് ഉൾപ്പെടെ എല്ലാ സാമഗ്രികളും ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണത്രേ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഗ്ലാസ് പാലത്തിലേക്കുള്ള പ്രവേശനം. ഏതായാലും 3-4 പേർക്ക് മാത്രമേ ഒരു സമയം പാലത്തിലേക്ക് കയറാൻ അനുവാദമുള്ളൂ. വയനാട്ടിലെ സുതാര്യമായ ചില്ലുപാലത്തിന് മുകളിലൂടെയുള്ള നടത്തം മനസ്സിന് കുളിർമയേകുന്നൊരു അനുഭവം തന്നെയാണ്. പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ചില്ലുപാലത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് നടക്കുക. പ്രകൃതിത്തെ പച്ചപ്പ് നിറഞ്ഞ വനത്തിലേക്ക് നോട്ടം പായിക്കുക. പാദങ്ങൾക്ക് താഴെ 100 അടിയോളം താഴെ കാണുന്ന പച്ചപ്പും ഇരുണ്ട വനപ്രദേശങ്ങളിലേക്ക് നോക്കുമ്പോൾ അറിയാതെ മനസ്സിലാകത്തൊരു ആന്തൽ. ഈ കാൽക്കീഴിലെ ഗ്ലാസ് ഒന്ന് പൊട്ടി അടർന്നു പോയാലോ? 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും കാനന മധ്യത്തിലേക്ക് പതിക്കുന്നത് പോലെ. ഓർക്കാനേ വയ്യ. ശരീരത്തിൽ ഒരു തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെ. ചൈനയിലെ പിയാങ് പർവ്വതത്തിൽ 100 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന ഗ്ലാസ് കൊണ്ടുള്ള പാലം 150 കിലോമീറ്റർ സ്പീഡിലുള്ള കാറ്റിൽ നിലംപതിച്ചതും ഗ്ലാസ് കഷ്ണങ്ങൾ പറന്നുപോയതും പാലത്തിൽ തൂങ്ങിക്കിടന്നൊരു യുവാവിന്റെ പടവുമൊക്കെ പെട്ടെന്നെന്റെ ഓർമ്മയിൽ അറിയാതെ കടന്നു വന്നു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് വളരെ സുരക്ഷാ ഉറപ്പുള്ള രീതിയിലാണ് ഗ്ലാസ് പാലങ്ങൾ ലോകത്തെമ്പാടും നിർമ്മിച്ചു വരുന്നത്. ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്ന സാഹസിക വിനോദമാണ് ഗ്ലാസ് ബ്രിഡ്ജ് വാക്കിംഗ്. ആഴമേറിയ താഴ്വരയോ പുഴയോ പോലുള്ള ഭാഗങ്ങൾക്ക് മുകളിലൂടെ ഗ്ലാസുകൾ പ്ലാറ്റ്ഫോമാക്കി നിർമ്മിക്കുന്ന പാലത്തിലൂടെ ഒരു നടത്തം. മലപ്പുറത്ത് നിന്ന് വന്ന ഏതാനും ടൂറിസ്റ്റുകളെ ഞാൻ പരിചയപ്പെട്ടു. സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ട് വരികയാണോ? അതെ, ജീപ്പ് യാത്ര വളരെ കഷ്ടം തന്നെ. എറണാകുളം. ഇവിടെ നിന്ന് നേരെ തുഷാരഗിരി വാട്ടർഫാൾസ്, പിന്നെ അമ്പലവയലിൽ പോയി താമസിച്ചിട്ട് നേരെ ബാണാസുര സാഗർ. അതെ, അപ്പോൾ വീണ്ടും കാണാം. ഞാൻ അവരോട് യാത്ര പറഞ്ഞ് നടന്നു. ഇവിടെ ഇതാ 3 പേർ കുട്ടികളാണ്, ഊഞ്ഞാലാടി തകർക്കുകയാണ്. അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് ഞാൻ ജീപ്പ് ലക്ഷ്യമാക്കി നടന്നു. സാഹസികത മനുഷ്യന്റെ മുഖമുദ്രയായി തീർന്നിരിക്കുന്നു. 100 അടി ഉയരത്തിൽ നിൽക്കുന്ന വയനാട് ചില്ലുപാലത്തിന്റെ വാസ്തുവിദ്യാ വിസ്മയം സൗന്ദര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും അതിശയകരമായ സംയോജനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശനം ദക്ഷിണേന്ത്യൻ മഴക്കാടുകളുടെ അത്ഭുതങ്ങളിൽ നമ്മൾ മുഴുകിപ്പോകുന്ന മനം മയക്കുന്നൊരു യാത്രയായി മനസ്സിന്റെ ഓർമ്മച്ചപ്പിൽ സൂക്ഷിച്ചു വയ്ക്കാനുതകുന്ന ഒന്നായിത്തീരുന്നു. അങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ചകൾ കണ്ട് അതിലേറെ മോഹിതമായ സാഹസ്യ വിനോദങ്ങളിൽ മുഴുകി ഗ്ലാസ് പാലത്തിലൂടെ 360 ഡിഗ്രി പ്രകൃതിയുടെ പച്ചപ്പും കണ്ട് വനത്തിന്റെ വന്യതയും ആസ്വദിച്ച് ഞാൻ തിരികെ ഇറങ്ങി കൂട്ടുകാർക്കൊപ്പം. ഫ്രണ്ട്സ്, വരും ദിനങ്ങളിൽ നമ്മൾ വീണ്ടും കാണുന്നു നവ്യാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളുമായി. കാത്തിരിക്കുമല്ലോ. നന്ദി.